ദേവാ ദേവാ എടാ എണീക്കടാ ദേവാ എടാ ദേവാ എണീക്ക. അയ്യോ കൊച്ചൻ ക്വാറന്റൈൻ കഴിഞ്ഞു. നീ കൊച്ചച്ഛന്റെ വീട്ടിൽ പോയിട്ടും അടിച്ചു വിളിക്കാം. അമ്മേ ഞാൻ കൊച്ചച്ഛന്റെ വീട്ടിൽ പോയിക്കോട്ടെ? പിന്നെ ഇവിടെ ഞാൻ ഇരുന്ന് ബോറടിച്ചു. ഇനി അവിടെ പോയിട്ട് വേണം അടിച്ചു വിളിക്കാൻ. പിന്നെ അത് അമ്മ പറയണല്ലേ, ഞങ്ങള് കഴിഞ്ഞ വർഷം കൂടെ അവിടെ പോയുള്ളൂ അടിച്ചു വിളിക്കാൻ. പിന്നെ ഒന്ന് പോവല്ലേ അമ്മ, ഞാൻ പോവാണ്. ഒരാളെനക്കൊന്നുമില്ലല്ലോ. എന്തായി? കൊച്ചനവിടെ എവിടെ? റൂമിലാ? അല്ലേ ഞാൻ കൊച്ചിനോട് കാണിട്ടോ. കൊച്ചിച്ച നീ എത്തിയാ? ഒന്നുമില്ല. എടാ അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഇല്ലടാ, ആരും പറഞ്ഞില്ല. നീ ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ വരയില്ല. നമുക്കിനിപ്പൊ അടിച്ചു പൊളിക്കാല്ലോ. ഇനിയിപ്പൊ സീനില്ല, നമുക്കിനിപ്പൊ അടിച്ചു പൊളിക്കാം. അടിച്ചുകൂടി തന്നെയായിരുന്നടാ. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. നാളെ വീട്ടിലേക്ക് പോകണം. ഇങ്ങനെ പോണേ? എടാ ഞങ്ങളീ വിളിച്ചറിയാം, അമ്മേനെ വിളിച്ചറിയാണെങ്കിൽ. നീ വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ നീ മുകളിലേക്കോ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ. നീ ഫ്രഷായ? ആടാ ഒന്ന് ഫ്രഷായി. മഴയൊക്കെ നനഞ്ഞല്ല, അപ്പൊ ഡ്രസ്സൊക്കെ നനഞ്ഞു, ഒന്ന് മാറ്റി. ശിവനെ എടക്കള്ള, നീ ഇവിടെ നേരത്തെ ഒന്ന് അടിച്ച് പൊളിക്കായിരിക്കുമല്ലോ. നിനക്കൊന്നും വിളിക്കായിരുന്നില്ലേ? ഞാൻ നിന്റെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. തേങ്ങയാണ്. ഒന്ന് പോയാടാ. ഞാൻ എന്തോ ദിവസം ഇവിടെ വന്നിട്ട് ഫോണൊന്ന് തൊടാൻ പോലും സമ്മതിക്കില്ല പുള്ളി. എടാ നീ ഇപ്പൊ എന്താണ് ഇങ്ങടേക്ക് വന്നേ? എടാ പുള്ളിയുടെ സ്വഭാവം പഴയതുപോലെ ഒന്നും അല്ല കേട്ടാ. പുള്ളി ആകെ മാറി, ഭയങ്കര സാധനമായി. ഉള്ള പണി മുഴുവൻ പഠിപ്പിക്കാണ് പുള്ളി എന്നെ കൊണ്ട് ഇവിടെ. ഒന്ന് പോടർക്ക. ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ അടിച്ച് പൊളിച്ചോളൂ. എനിക്കറിയില്ല കൊച്ചനെ. എടാ നീ ഇങ്ങനെ നീ പോവല്ലേടാ, നിക്ക്. നീ പോണിപ്പൊ തന്നെ ധൃതി വിളിച്ച്. എന്റെടാ ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. പുള്ളി ആദ്യം ചെറിയ ചെറിയ പണികൾ അങ്ങോട്ട് തരും. അത് കഴിഞ്ഞ് പുള്ളി വലിയ വലിയ പണികളും തരും. അത് കഴിഞ്ഞാണ് പുള്ളിയുടെ ടോൺ മാറുന്നത്. ഞാൻ പറയണത് നീ കേട്ടോ. നീ നാളെ എൻ്റെ ഒപ്പം വാ. ഒന്ന് പോടർക്ക. നീ ഇങ്ങനെ നെഗറ്റീവ് ആവരുത്. ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് കൊച്ചു ചോദിച്ചു ഏത് ഭക്ഷണം വേണ്ടതെന്ന്, ചിക്കൻ വേണോ ബീഫ് വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. നാളെ എന്തായാലും ഞാൻ പോകും. പിന്നെ നീ അതിൻ്റെ പാടായി. നാളെ ലോക്ക്ഡൗൺ ആയില്ലോ. പിള്ളേര് ഇതുവരെയായിട്ട് എണീറ്റില്ലേ? ദേവാ, അപ്പോ
കൊച്ചാ ഞാൻ പോട്ടെ. ഹാ അതെന്താടാ അപ്പോ നിനക്ക് ഇവിടെ നിക്കാൻ പറഞ്ഞേ ഇപ്പൊ ദേവനൊരു കൂട്ടാവൂലേ നിക്കട അവിടെ. ഈ ലോക്ക്ഡൌണും കൂടെ ഞാനെങ്കില്ല ഞാൻ പോണ്. എന്നെ കൊണ്ട് വീട്ടിലെ സർവത്ര പണിയെടുപ്പിച്ചിട്ട് പത്രം വായിക്കാണ് ചെറ്റ. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്ന? ഏയ് ഞാനെങ്കിലും പറഞ്ഞൊന്നുമില്ല. ദേവാ ദേവാ എണീക്കടാ സമയം ഒരുപാട്. കോപ്പ് ഈ പുള്ളിങ്ങനെ ഈ രാവിലെ തന്നെ വിളിക്കണേ. കൊച്ചാ അപ്പോടെ പോയി. ആ എടാ അപ്പു രാവിലെ തന്നെ പോയിടാ, നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഇന്നലെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചില്ല അവൻ പോകുന്നു. പേസ്റ്റ് ഒന്നും ഇല്ലാലോ, ദാരിദ്ര്യാണല്ലോ. പൊന്നോ സോപ്പ്. ആ കൊച്ചനാ എന്തായി ഇന്നലെ ഉറക്കമൊക്കെ കിട്ടിയടാ? ആ പിന്നെ ഉറക്കണ്ടേ. എടാ ഇന്നലെ എനിക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റില്ല, കുറെ വർക്ക് ഉണ്ടായിരുന്നു. ആ. അപ്പൊ അത് കാരണം ഇത്തിരി ലേറ്റ് നൈറ്റ് ആയി ഞാൻ കിടന്നുറങ്ങി. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം ഉണ്ടോ? പിന്നെ സുഖം തന്നെ. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമുണ്ടായില്ല. രാവിലെ എണീക്കുമ്പോ കുറച്ച് പണിയുണ്ടാ, ഈ ലോക്ക്ഡൌൺ ഒക്കെ ആണല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ കാര്യം ചെയ്യാമോ? ഈ ഫ്രണ്ടിലെ മുട്ടൊന്ന് അടിച്ചു വരെ കളയാമോ? ആ അടിച്ചോ. അല്ല ചിറ്റോ ചിറ്റ ഉള്ളില് വർക്ക് ഇതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുക, അതൊരു വർക്കാണല്ലോ. നമ്മള് ഈ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറ്, അതാണ്. ആ ഇന്നലെ ദിവസത്തേക്കല്ല ഞാൻ ചെയ്തോളാം. അപ്പൊ എന്തായാലും നീ ചെയ്യാണല്ലോ, പ്ലാൻ ചെയ്യും. ആ ഫ്രണ്ടിലെ പുല്ലൊക്കെ ഇല്ലേ ഒന്ന് പറിച്ചിട്ട് കുടഞ്ഞു പറ്റി ഒന്ന് പുറത്തേക്ക് കളഞ്ഞേരെ. അവിടുത്തെ പുല്ല് ഫ്രണ്ടിലല്ല എല്ലാവരും കാണുന്ന പുല്ലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേരെ. ഓക്കെ കുഴപ്പമില്ല. എന്താ പറ്റി പുല്ല? എന്തോരം പുല്ലത് ഇവിടുന്ന് ആരും കുറച്ചളേ. എന്തോരം കാര്യമില്ല. ഓ എനിക്ക് നാട്ടുകാരെടുത്തിട്ടൊന്നും വയ്യ, പണി ചെയ്തിട്ടില്ല. ഓ പറയണ്ടായിരുന്നു എനിക്ക് തന്നെ വയ്യ ചെയ്യാൻ. ഇനി നീ അപ്പൂർണ്ണ ശരിയാണോ? ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞ. ആദ്യം കുറച്ചൊരു ജോലി വരും, പിന്നെ പിന്നെ വലുത് വരുന്നൊക്കെ. ഓ പണ്ടാ ആ ചെയ്യണേ. ദേവാ എടാ അതെ കുറച്ച് തുണി അലക്കാണ്ടല്ലോടാ. ഇപ്പയോ? ആ ഇപ്പൊ മഴയൊക്കെ മാറിയേക്കാണല്ലോ, അലക്കാമോ? ആ ചെയ്യാം. പണ്ടാറ നിങ്ങളിപ്പോ എന്തോരം തുണിയാ പണ്ടാറും. ഇവിടുന്ന് ആരും ഇതിന്ന് ചെയ്യാൻ കറക്റ്റായിട്ട് ആ അപ്പൂർന്ന് കറക്റ്റ് തന്നെയാ. ഈ പുള്ളി തനിക്കുണം ഇറക്കാൻ തുടങ്ങാണല്ലോ പണ്ടാറും പിടിച്ചാൻ. ഇയാളുടെ തുണിയും അയാളുടെ മക്കളുടെ തുണിയും ഭാര്യയുടെ തുണിയും എല്ലാം എൻ്റെ വിളിക്കണത് തന്നെ കഴുകാൻ വേണ്ടി. ഇത് വേറൊരാളും ഇവിടെ കഴുകാൻ. ഇയാളുടെ ഭാര്യക്ക് എന്തിട്ടാണ് ജോലി പണ്ടാറും. എന്തുട്ടത് നിന്റെ തുണിയാണെങ്കിൽ കഴുകേണ്ട അവസ്ഥയായ ഇത് പോയടോ. ഇപ്പേ അച്ഛന്റെ തനി കൊണർക്കണം എന്നാ ഇടാ. നീ എല്ലാം ഇടാ, ഇട് നീ. ഇത്
ദേവാ എനിക്ക് മുറ്റടിച്ചതാ. ഇയാളെയും കൊണ്ട് വലിയ ശല്യമില്ല. അപ്പോ പുള്ളി ആദ്യം ചെറിയ ചെറിയ പണികൾ അങ്ങോട്ട് തരും. അത് കഴിഞ്ഞ് പുള്ളി വലിയ വലിയ പണികളും തരും. അത് കഴിഞ്ഞാണ് പണി കിട്ടിയില്ല. ഇയാള് അല്ലോ ചച്ച, ഇതിപ്പോ അച്ചാറും ചോറ് മാത്രമേ ഉള്ളൂല്ലോ. ഇവിടെ എല്ലാരും ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, എല്ലാരും ഇങ്ങനെയൊക്കെയാണ് കഴിക്കണേ. ഇത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യപ്പ. അല്ല വേറൊരു കറി പോലും ഇല്ലേ? നമുക്കിപ്പൊ ഇന്ന് ഇതും കൊണ്ട് കഴിക്കാം, നാളെ നമുക്ക് നോക്കടാ. ദാരിദ്ര്യം വരണ്ടായിരുന്നു. ദേവാ, അതെ കഴുകാനുള്ള ഇത് കൊണ്ട് ഒന്ന് കഴിയണം കേട്ടോ. കുറച്ച് പാത്രം എടുത്തോണ്ട് ഒക്കെ ഒന്ന് കഴുകിക്കണം കേട്ടോ. ഇതെന്തൊട്ടിത്? തീരുമ്പോ പാത്രം കൊണ്ടുവരാ. ദേവാ, ഞാൻ കഴുകാണ്. ഹലോ അമ്മേ. ഹലോ അമ്മേ, അതെ ഒന്ന് വാ അമ്മ. ബോറടിച്ചു ഇവിടുന്ന്. ഇവിടെ ആണെങ്കിൽ ഫുൾ ജോലിയും ചെയ്യിപ്പിക്കുകയാണ് ഈ പുള്ളി. അമ്മ ഒന്ന് വാ അമ്മ. അച്ഛനൊന്നും കൂടെ അമ്മ പ്ലീസ് ഒന്ന് കൊണ്ടുവരുമോ? അമ്മടാ. ചേച്ചി എന്നിട്ട് വിശേഷം? ഇപ്പൊ അടിച്ച് പൊളിക്കല്ലേ. അവിടെ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? അതൊക്കെ അവൻ വെറുതെ പറയണത്. പിന്നെ ഇവിടെ ഒരു പണിയോ, അത് വെറുതെ നമ്പർ അടിച്ചാൽ നിങ്ങളെ കളിയാക്കണതാണ്. അതെ. ഇവിടെ ഒരു വിഷയമില്ല. ഇല്ലില്ല, ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ നടക്കില്ല. നമ്മള് അവന് നല്ല ഫുഡൊക്കെ കൊടുത്ത് നമ്മളിവിടെ അടിച്ച് പൊളിക്കാനുള്ള. ശരി ശരി, ഓക്കെ ശരി. എന്താ പ്രശ്നം? മൊബൈൽ അങ്ങനെ വീടെത്തി. അമ്മേ. ദേവാ, എന്തമ്മേ? എങ്ങനെയുണ്ടായിരുന്നു കൊച്ചന്റെ വീട്ടില്? ഉണ്ട. എനിക്ക് ഫുള്ള് കറക്റ്റ് കാണിച്ചരാ. എന്താ പറ്റിയ? കൊച്ചൻ പറഞ്ഞു അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ട പുള്ളി എന്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഉള്ള കള്ളം അമ്മയ്ക്ക് ഫുൾ പറഞ്ഞതാണ്. അങ്ങനെയൊന്നല്ല. പിന്നെ പുള്ളി എന്നെ കൊണ്ട് ഉള്ള എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചിട്ട് ആകെ തന്നത് വെറും ചോറ് അച്ചാറും മാത്രമേ ഉള്ളൂ. കൊച്ചൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ചു ദിവസം കൂടി ചെന്ന് നിക്കണെന്ന്. പിന്നെ പുള്ളി എന്റെ പട്ടി ഓടെ ചെല്ല. നീ ഒരു കാര്യം ചെയ്യ, അമ്മായി വിളിച്ചിട്ടുണ്ട് ചെന്ന് നിക്കാനായിട്ട്. പിന്നെ ഞാൻ പോണില്ല, ഞാൻ എങ്ങോട്ടും പോണില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇവിടെ ഇന്ന് ഞാൻ പഠിച്ചോളാം. എന്റെ മുന്നോ എനിക്കിനോ